ഇതാണ് നമ്മുടെ പാരസൈറ്റ് മോഡ്. ഭയങ്കര ഡെഡ്ലി ആണ്, ഇൻഫെക്ഷസ് ആണ്, കുറേ എന്തിനാണ് നമ്മുടെ കാര്യത്തിൽ കിടക്കാം. ഇതുപോലത്തെ കുറേ ജീവികളുണ്ട്. സോ അതിലൊന്നാണ് നമ്മുടെ ഇൻഫെക്റ്റഡ് വില്ലേജർ. കണ്ട വായൊക്കെ എവിടെ നിന്നൊക്കെ ഇനി ഇവറ്റകളെ പോലെ വേറെ കുറേ സാധനങ്ങളുണ്ട്. അതിന് നമ്മൾ കുറേ പഠിപ്പിക്കും. പിന്നെ ഈ ഇൻഫെക്ഷൻ മുഴുവൻ തുടങ്ങി വെച്ചാൽ ആരാന്നറിയാവോ? സത്യം പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ ഈ നമ്മളെക്കാൾ സൈസ് കുറവായിട്ടുള്ള ഒരു ജീവിയാണ്. സോ ഗൈസ്, ഞാൻ പറഞ്ഞ മോബാണ് പാരസൈറ്റ്. അതെ കണ്ട ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള കുറേ കണ്ണുള്ള ഇവറ്റകളുടെ സൈസ് കണ്ടിട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇവറ്റകൾക്ക് എന്തിനു വേണമെങ്കിലും ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലല്ലേ, എന്തിനു വേണമെങ്കിലും അല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ മോബ്സിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് നമ്മുടെ ഗോൾ എന്ന് പറയണമെങ്കിൽ ഫുൾ അയൺ ഗിയർ എടുക്കണം, അത്രേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം, അതിന് തന്നെ നമുക്ക് വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. യെസ്, ഇത് നോർമൽ വേൾഡ് ആണെന്ന് കരുതിയേക്കരുത്, പാരസൈറ്റ് ഒക്കെ ഉള്ള വേൾഡ്. പുതിയൊരു മോഡാണ് ഞങ്ങൾ കയറ്റിയത്. പറയാൻ വിട്ടുപോയില്ല. ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ചെറിയ ലാഗ് ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ലാഗ് ഇത്തവണ. വെയിറ്റ് എ സെക്കൻഡ് ഗൈസ്. കേട്ടെ, ചെറുതായിട്ട് ഇപ്പം ലാഗ് മാറും. ചെറിയ ലാഗ് കാണും. പ്ലീസ് സ്റ്റാൻഡ് ബൈ. ചെറിയ ലാഗൊക്കെ കാണും. നമുക്ക് തുടങ്ങാം. ഇവിടെ നല്ല ലക്കി സ്പോൺ. ഇവിടെയാണ് നമ്മുടെ ലാവാപ്പോളും ഉണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത ലാഗ്, എന്താ ഇവിടെ ഇത്ര ലാഗ്. പിന്നെ ഒരു വില്ലേജും ഉണ്ട്. ഭാഗ്യത്തിന് ഒരു സെക്കൻഡ് വല്ല പാരസൈറ്റിനും കണ്ടോലോ? എങ്കിൽ അതിൻ്റെ അടുത്ത് പോകണ നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്. നീ ഇൻഫെക്റ്റ് ചെയ്യും ചില സമയത്ത്. നീ ആദ്യം ജസ്റ്റ് ഈ വീടിൻ്റെ അകത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ അപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അടിപൊളി. സോ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ നിന്ന് തന്നെ എടുത്തു. ഇതാണ് മറ്റേത് ആമോ വർക്ക് ബെഞ്ച്. കുറേയൊക്കെ ഇഷ്ടപ്പെടേണ്ടി വരും. തൽക്കാലം നമ്മുടെ ഇതുണ്ടാക്കുന്നില്ലേ, വുഡൻ ടൂൾസ്. ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഞാനൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. 3 ബാക്കി വെക്കാം. ഇനി വേണ്ടാം, പിന്നെ വല്ല എടുത്തോളാം. എത്ര മതിയോ? സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പിക്കാക്സ് മാത്രം ഉണ്ടാക്കാം. ആദ്യം പിക്കാക്സ് മാത്രം. യെസ്, എന്നിട്ട് ബാക്കി സ്റ്റോൺ ടൂൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനാ. അത് തന്നെ. എനിക്ക് കഴിയില്ല കേവ് നോക്കാം. This is nostalgia brain. മിക്കവരും ഇതൊക്കെ തന്നെ നോക്കണ്ട. എല്ലാവരും അതൊക്കെ തന്നെ ചെയ്യണം. നമുക്കൊരു 20 എടുത്തേക്കാം. പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കസിൻ എന്തോ സ്പീഡ് റണ്ണിൻ്റെ ചക്ക വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്നും പറഞ്ഞ് നിങ്ങൾ അവന് കൂടുതൽ സപ്പോർട്ട് പോകില്ല. ഞാൻ സപ്പോർട്ട് അവന് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഫുൾ അവന് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ അവന് ഏതാണ്ട് 15-14 സപ്പോർട്ട്. പ്ലീസ് ആ സബ് ഒന്ന് തല്ലിപ്പൊട്ടിക്കൂ. ഞങ്ങളുടെ കുറച്ച് ടോർച്ചൊക്കെ ആവശ്യമാണ്. ഇപ്പം ഇന്നത്തേക്ക് ഇത്ര മതി. നമുക്ക് ബെഡ് പിന്നെ ആരും എടുക്കാം. ഇത്തിരി മെമ്മറിയുടെ സംഭവം ഇഷ്യൂ ഒക്കെ ഉണ്ട്. ലാഗിയാ ഭയങ്കര, എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ആ ലാഗ് ഒന്ന് മാറ്റിയേക്കാം. ഇവിടെ ടോർച്ചൊന്നും ഇല്ല ഇനി. അതിൻ്റെ അടുത്തൊന്നും അതിൻ്റെ അടുത്തോട്ട് ഞാൻ പോകുന്നില്ല. അതൊരു പാരസൈറ്റ് മോബ്. അത് എനിക്ക് കുറച്ച് ഫുഡ് കിട്ടി. ഊള് കളഞ്ഞേക്കും. നിനക്ക് ബെഡ് ഉണ്ടല്ലോ.
മച്ചനെ ക്രാഫ്റ്റ് ചെയ്യും. ചെയ്യാം. പക്ഷേ മഴ പെയ്യുന്നു. ഞാനൊരു വീടിൻ്റെ അകത്ത് കയറിയിരിക്കാം. എനിക്ക് കഴിയില്ല മോംസിനെ ഫൈറ്റ് ചെയ്യാൻ. ഒരു മൂടില്ല. എന്തെങ്കിലും മൂഡ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ. ഇല്ല ബ്രോ, ജസ്റ്റ് ഗണ്ണൊക്കെ ഉണ്ട്. ഞാൻ മീമിന്റെ ആശയൊന്നുമില്ല. ഞാൻ ഇടക്കിടക്കൊക്കെ അങ്ങനെ പറയും. നമുക്ക് അങ്ങനെ ഒരു വെപ്പൻ കിട്ടി, പക്ഷെ ഇതൊന്നും പോരാന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഗൂച്ചിയുടെ ഐ മീൻ ഉണ്ണി ഗൂച്ചി ഇടും വേറൊരു കാര്യം. പിന്നെ നമുക്ക് ആദ്യം ഒരു സ്റ്റോൺ സോഡ് ഉണ്ടാക്കാം. സ്റ്റോൺ സോഡ് സാധാരണ പിക്കാക്സ് ഉണ്ടാക്കട്ടെ. ഓൾറെഡി നമുക്ക് പിക്കാക്സ് ഉണ്ടല്ലേ. വുഡൻ കൊണ്ട് അയൺ കിട്ടുക. നമ്മൾ കേവി പോകും. അത് നമുക്ക് പിന്നെ എടുക്കാമല്ലോ. പിക്കാക്സ് ആണ് നമുക്ക് ആദ്യം കുറച്ച് ഒരു സോഡ്. ഇത് 5 ആണെങ്കിൽ ഇത് തോന്നുന്നു യൂസ്ലെസ് ആയിരുന്നു. കളയാം എവിടെയെങ്കിലൊക്കെ കൊണ്ട് വെച്ചേക്കാം. കുറച്ച് പവർ അവസാനം ചെസ്റ്റിൽ തന്നെ കൊണ്ട് വെച്ചു. അവിടെ തന്നെ ഇരുന്നു, എനിക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫർണാൻസ് ഉണ്ടാക്കാം. ഓക്കെ സെറ്റ്. ഇനി ബാക്കിയുള്ള ആക്സും കൂടെ ഉണ്ടാക്കി ഫുഡൊക്കെ പിന്നെ കുക്ക്. മഴ കഴിഞ്ഞാൽ നോക്കുന്നു. ഇവിടെ ഒന്ന് വെച്ചേക്കട്ടെ. തണ്ടർ സ്റ്റോം ആണല്ലോ. യെസ്, നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാം. എനിക്ക് തണ്ടർ സ്റ്റോമിൽ പോകണമെന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഇഷ്ടമല്ല. കിട്ടില്ല മോനെ, ഷോ കാണിക്കണ്ട. നീ മര്യാദക്കൊന്ന് ബെഡ് വെച്ചേ. അടിപൊളി. സബാഷ്. ഈ ദിവസം നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസത്തെ വൈൽഡ് ഹണ്ട് കയ്യിലൊരു സോൾ പിടിച്ച് അത്രേ ഉള്ളൂ. ഇനി ആരൊക്കെയാണ് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കളഞ്ഞാ പോരെ ബ്രോ? ആരാണ് എന്നോട് ഫൈറ്റ് ചെയ്യാനുള്ളതെന്ന്? തോന്നിയില്ല. ഇവിടെ ഒരു കത്തിരു എൻ്റെ കൂടെ ഞാൻ നല്ലൊരു അടി ചെയ്തു. ഇവന്റെ ഗെയിം ആയിട്ടാ തോന്നിയ ഹാർപ്പിക്ക പരസ്യക്കാരനായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു. സാധനം പൊട്ടിയില്ലേടാ ബ്രോ. ദിസ് ഈസ് ജോൺ സീന. ഈ ചാർക്കോളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി, കൊള്ളാല്ലേ. ഇവിടെ ഒരു ഇത് വേണ്ട, ഏതെങ്കിലും കാട്ടിക്കൊണ്ട അല്ല കോഴിക്കുഞ്ഞിനെ ഇട്ടോട്. കോഴിക്കുഞ്ഞ് ആടിയൊരു അയങ്കോളത്തിന്റെ തൽക്കാലം നിന്ന് നോക്കുമോ? ഇല്ലാണ്ട് വെറുതെ ഇട്ടേക്കാം. നമുക്ക് കുറച്ച് കാവലും എടുക്കട്ടെ ഇനി. എന്നാലും പറയുന്ന പോലെ എൻ്റെ ഇതെന്ത് ശരി, നീ അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടല്ലേ വന്നത്? പക്ഷേ അയ്യോ, ഇവനൊരു കുഴിമടിയാണ് കേട്ടാ ബ്രോ. ഞാൻ ഇവിടെ വെച്ചാണ്ട് ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച എന്ത് ചെയ്യും? എന്തേലും കേട്ടാ. ഞാൻ വിചാരിച്ചു നീ ഇപ്പഴാ അവിടെ തന്നെ നിർത്തത്. സ്പോട്ട് ചെയ്തു. ഇവിടെ മറ്റേ പാരസൈറ്റ് ഡോഗാണത്. അതാന്ന് മാത്രം പറയില്ല. അവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഈ വാഴയിടയിൽ ട്രേഡ് ചെയ്യാൻ വല്ലതും ഉണ്ടോ നോക്കാം. ഇത് ഈസി ട്രേഡാന്ന് തോന്നുന്നു ഏകദേശം. അത് തന്നെ മുഴുവൻ ഈസി ട്രേഡാ. പക്ഷെ ചാർക്കോള് പറ്റത്തില്ല, കോലേ പറ്റത്തുള്ളൂ. അച്ഛനെ ക്രാഫ്റ്റ് ചെയ്യുന്നില്ലേ? നമുക്ക് ഇതൊക്കെ
സ്മെൽറ്റിങ്ങിന് ഒരു ഞാനത് പൊട്ടിക്കാനല്ലേ വന്നു. നോർമൽ ബൂൾഫ. എൻ്റെ കയ്യിൽ ബോണുണ്ടോ? ഇല്ല. എയിമിയാൻ നോക്കല്ലേ, ചിലപ്പോൾ അവസാനം പണി കിട്ടും. എൻ്റെ അടിയിലെ ബ്ലോക്ക് ഔട്ട് ചെയ്യും. പിന്നെ ഇതെങ്ങനെ പൊട്ടാത്ത? പിന്നെ നീ കുറച്ച് ലോഗ് ഒരു 4 ലോഗ് എടുത്ത് നീ സ്മോക്ക് ഉണ്ടാക്കാനാ. സീരിയസ്ലി? പിന്നെ ഉണ്ട് സ്മോക്കറാ 4 ലോഗാണെന്ന് തോന്നുന്നു. വേറെ ആക്സ് ഇരിക്കുമ്പോൾ എന്തിനാ ഇത്ര വിഷമം? 4 തോന്നുന്നു. വലിയ ക്രാഫ്റ്റിംഗ് റെസിപ്പി ഒന്നും ഓർമ്മയില്ല എനിക്ക്. സെറ്റ് അതവിടെ അല്ലേ? അതിൽ തന്നെ പറഞ്ഞില്ലേ 4. പിന്നെ വേണ്ടേ നമുക്ക് ഫുഡ് കൊണ്ട് ഫുഡ് സ്മെൽറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം നമുക്ക് പിന്നെ വേണ്ടേ കയ്യിൽ കുറച്ച് ഫുഡ് കരുതിക്കും. ഇത് അവിടെ ചെറിയുണ്ട്. ആക്ച്വലി ചെറിയ വേണ്ടെന്ന് തോന്നുന്നു. അത്ര ചെറിയ മതി. ഓക്കെ പാർട്ട് 2 ചിലപ്പോ കാണും. അത് എന്താ നേരത്തില്ല നല്ലപോലെ ബഗ്ഗിയാ, ഭയങ്കര ലാഗി. അതൊരു പാരസൈറ്റ് അവിടെ പാരസൈറ്റ് പൂച്ച. ഒരെണ്ണത്തിന് ഫൈറ്റ് ചെയ്യാൻ പോലെ. ഓക്കെ ചാറ്റ് ഗോ. ഇല്ല, എനിക്ക് ഞാൻ വല്ല കേവ് മൈനിങ്ങിനും പോകും. നീ അവിടെ ഫുഡ് ഇട്. ശരി, ഫോക്സിന് കൊടുത്ത സമയം കളയണ്ട. എടാ ഉണ്ണി, നീ വില്ലേജ് ഫുള്ള് ലൂട്ട് ചെയ്യാൻ നോക്കൂ. ഇവിടെ അകത്തൊന്നുമില്ല. അടിപൊളി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. കിണറാണ്. സെക്കൻഡ് കുറച്ച് ലാഗിയായി. ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച സാധനമല്ലത്. ഇത് കുരിശ. കയംകുളത്തിനെ പിടിച്ച പോലാണ്. അതിനെ വെറുതെ ഇട്ടേക്കടേ. നമ്മൾ കേറിയതാണ്. അപ്പുറത്തൊരു ഹൗസ് ഉണ്ട്. എവിടെയാണ് ഈ ഹൗസ്? ആ ഹൗസ് ഓക്കെ. അതിലിപ്പോൾ ലൂട്ട് ചെയ്യുന്നു. എവിടെ കുറേ ഫുഡ് ഉണ്ട്. ഫുഡ് മാത്രം ഇട്. ഫുഡ് ലോഗ് എടുത്തേക്ക്. ചാർക്കോളാക്കാനുള്ളതായിരിക്കും. നമുക്ക് ഇപ്പോഴേ സ്മെൽ ചെയ്തല്ലോ. എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. തൽക്കാലം നീ ചെറിയ ലാഗ് ഉണ്ട്, ക്ഷമിക്കണം. ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്യുന്നില്ലേ നീ? ഈ സീഡ് വെച്ചിട്ട് എനിക്ക് കാണിക്കുന്നു. ഇത് കുറച്ച് ഒരു കാര്യം ചെയ്യാമല്ലോ. അതെന്താ അങ്ങനത്തെ ഒരു കളർ? അത് പാരസൈറ്റ് ബോൺ മീലും എല്ലാം തരാൻ പോകണം. നീ അയ്യോ, ഞാൻ കണ്ട തന്നെയാണ് നീ കണ്ടത്. അങ്ങോട്ട് നോക്കടാ, റൈറ്റ്. ഞാൻ എന്താ പാരസൈറ്റ് കയ്യിൽ സോഡും വലിയ പിടിക്കണ്ടി. പറ്റണ? വേണ്ട വേണ്ട വേണ്ട. ഡോറിന്റെ നോക്കിയോ അത്? ബുദ്ധിമാന്മാര്. പൊട്ടിക്കാൻ നോക്കുന്നു. തൽക്കാലം പോവാ.
ആ വീടിൻ്റെ അകത്ത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ആ പട്ടിയുണ്ട്. നീ പുറയിന്ന് പൊളിച്ച് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടൊരു കാര്യമില്ലേ. തിരിച്ചു പോടാൻ വേണ്ട, വേറെ സ്ഥലത്തോട്ടല്ലോ ഓടാം. ഇവിടെ ഒന്നുമില്ല. അയൻകുളത്തിനെ കൊല്ലണം. വേണം, എനിക്ക് ഒട്ടും തോന്നില്ല. എനിക്ക് കൊല്ലണം, കാരണം എനിക്ക് ആ ഹൗസിൽ പോയാലോ? ആ ഹൗസ് തന്നെയാണോ അത്? അല്ല അല്ല ബ്രോ, അയൻകുളം എന്ത് അയൻകുളത്തിനെ കൊല്ലണോ? എനിക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബ്ലോക്കറാ, ബ്ലോക്ക് ഇട്, എന്തേലൊക്കെ ബ്ലോക്ക്. പിന്നെ അയൻകുളത്തിന് എടാ അവിടെ ലൂട്ട് ചെയ്ത കുറേ സ്ഥലമുണ്ട്, നമുക്ക് പോയാലോ? മണ്ട വെള്ളം താഴത്തുണ്ട്, വെള്ളത്തിലേക്ക് ചേട്. ആ കണ്ട, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചെസ്റ്റ് ഏകദേശം യൂസ്ലെസ് ആണ്. അടിപൊളി മാപ്പൊന്നും ഇല്ല, അതൊക്കെ കളഞ്ഞേക്ക് പോകുന്നു. അവിടെ കുറച്ച് കോലൊക്കെ ഉണ്ട്. ആ എന്ത് പട്ടിക്കാട് ബ്രോ, ദിസ് പ്ലേസ് ലുക്സ് അഗ്ലി. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൈനി വില അതാ, അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യണോ? അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലവും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. നമ്മളെ പറ്റിച്ചു ഗൈസ്. ഒരു സെക്കൻഡ്, ഞാൻ കണ്ടു. എന്നെ വിട്ടു ഈ പാരസൈറ്റ്സിന് ഇഷ്ടമല്ല റിയൽ ലൈഫിലാണെങ്കിൽ പോലും. പിന്നെ ആർക്കാ ഇഷ്ടം? എന്തോ പാരസൈറ്റ്. ഞാനിവിടെ നിൽക്കുന്നില്ല ബ്രോ, സീരിയസ്ലി. ഇന്ന് കുറച്ച് പാടാണ്. കുറച്ച് നാൾ ഇവിടെ തന്നെ സ്റ്റേ അടിക്കാം. എനിക്ക് വയ്യ. ആമീന് വെള്ളത്തിന് പുറത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല. കുറച്ചന്നെ വെള്ളത്തില് ഇന്നല്ലേ ചാടി. നീന്തലൊന്നറിയാവാ? അടി മീൻ ഇവിടെ എനിക്ക് പോയിസൺ എങ്ങാണ്ട് ഈ ചക്ക. തോന്നി അയ്യേ, പേടിത്തൂറിയാണോ നീ? ഞാൻ കൊല്ല 1v1 ഉണ്ടാ. 1v1 കൊള്ളത്തില്ല. ഇനി ഈ പാരസൈറ്റ് മോഡ് കയറ്റിയ എനിക്ക് റിഗ്രറ്റാ തോന്നുന്നു മുഴുവനും. എനിക്കും ഞാൻ ആയിട്ടില്ല സമയം. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണോ. നീ ബെഡ് കൈ കരുതിക്കും. ഇത് എടുക്കുന്നു ഗൈസ്. ഇനി എന്തായാലും പാർട്ട് 2 കാണും. എനിക്ക് കുറേ നാളെ പട്ടിക്കാട്ടി താമസിക്കാൻ പറ്റില്ല. ഓടിപ്പോടാ പോയി ഗൈസ്. എനിക്ക് റിയൽ ലൈഫിലാണേലും അല്ലേലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമുണ്ട്, പാരസൈറ്റ്. ഞാൻ അതിന്റെ മോഡ് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള സമയമാണിത്. ബോട്ട് ക്രാഫ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം വെള്ളത്തിന്റെ അടിയിൽ ഫിഷ് ആണല്ലോ, ഫിഷ് ആണല്ലോ പാരസൈറ്റ് ആണല്ലോ. ഇങ്ങോട്ടങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു ബേസ് പോലെ ആക്കിയില്ലേ? വേണോ? ആക്കിയേക്കാം. കുറച്ച് മൈനിങ്ങും ആകും. ഒരു ഡോർ എടുത്തേക്ക് ഉണ്ടാക്കാം. പക്ഷേ അടുത്ത പ്രാവശ്യം കോർഡിനൻസ് ഓണാക്കിയിട്ട് മൈൻ ചെയ്യാം. ഇപ്പൊ ഒന്നും അത്ര മൈനിങ് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ഇതില്ലേ,
അയൻകോളത്തിന് ഇവർ കൊന്നെന്ന് എനിക്ക് തോന്നുന്നു. നീ അവിടെ നിന്ന് എന്തിനാ മൈനിങ്? കുറച്ച് സ്പേസ് കിട്ടി. മതിയാവും. മതിയടാ ചെക്ക. ഞാനൊരു 3 അടിപൊളി. നീ നമ്മളുടെ തന്നെ പോയി വീഴണ്ടായിരുന്നതില്ല. പ്ലീസ് ഗൈസ് ചാറ്റിലൊന്ന് പറയാം ആരാ ഇവിടുത്തെ ഡബ്ല്യു എന്ന്. ഞാനാണ് ഈ മണ്ടനാണെന്ന്. ഞാൻ കുറച്ച് ഹൈ ഗ്രൗണ്ട് ആക്കി. ഒരേടെ മേളിലേക്കല്ല മൈനിയുണ്ട്, മേളിലോട്ട് മൈനിയുമാണ്. കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. മതിയടാ, ഒരു മൈൻക്രാഫ്റ്റ് പ്രോ പോലും ഇങ്ങനെ കാണിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ വീടടങ്ങി. ഫ്ലിന്റ് ഷീപ്പ് ഇൻഫെക്റ്റഡ് അല്ലല്ലോ അറ്റ്ലീസ്റ്റ്. നീ ഒരു ഡോർ ഉണ്ടാക്കാനില്ല അവിടെ ഒരു വില്ലേജിൽ. പിന്നെ ഡോർ പിന്നെ എന്ത് പോയി കാണിക്കുന്നു? എടുത്തിട്ട് വാടാ മനോഹര. ഇതേ അവിടെ തന്നെ അത് തന്നെ. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഇല്ലല്ലോ, ഞാൻ നോക്കാം. അപ്പോൾ വില്ലേജേഴ്സിനൊന്നും കയറി വരാൻ പറ്റും. അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ലേ. എന്താ ചെക്ക ചെറിയ പാരസൈറ്റ് കയറി വരും. കളിക്കാത്ത മണ്ണെണ്ണയാന്ന് തോന്നുന്നു. നീ ഇവിടെ അങ്ങ് വെച്ചാൽ പോരാ, അതിൻ്റെ കേസേ ഉള്ളൂ. അതൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കുറച്ച് ലൈറ്റ് വെക്കാം. ഇത് മതി. ഇപ്പോൾ വീട് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണാസും സ്മോക്കറും പ്ലേസ് ചെയ്യാം. നമുക്ക് സ്മോക്കറിൽ ഫുഡല്ലേ കുക്ക് ചെയ്യുന്നത്? സ്റ്റിക്ക് വെച്ചാൽ മതിയോ? ഇത് വെക്കാം. മതിയോ? എനിക്ക് 64. സോ നമുക്ക് ബാക്കിയുള്ള കുറച്ചെണ്ണം വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. നമുക്ക് വീറ്റ് കുറച്ചുണ്ട്, അതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് ഫുഡ് പോയി. എന്താണെന്നറിയാം, നീ കുറച്ച് ഡയറക്റ്റ് ഇടും. എന്തിനാ അകത്തന്നെ ഫാം ഉണ്ടാക്കാല്ലേ? നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മൈൻ ചെയ്ത് പോയാലോ? യെസ്, നേരെ താഴത്തേക്ക് മൈൻ ചെയ്താലും അപ്പം നമ്മൾ
63 ഉള്ളത്. പെടാതെ ഇരുന്നാൽ മതി. കോപ്പർ ഉണ്ട്, അത് ചാർമർ ഉണ്ടാക്കടാ. നമ്മൾ കോപ്പർ മീനിയാണ് അത്യാവശ്യം. Nothing. അത് മൈനിങ് സമയം വേണ്ട. നമുക്ക് അടുത്ത് ഇതുണ്ടാക്കാം. അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. സ്റ്റിക്ക് കുറവാണ്. ഇതായിരുന്നു. നമുക്ക് ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ. മൈനിണ്ട പൊട്ടാണോ? കുറച്ചുകൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അല്ല മൈനിക്ക് ആവശ്യം ഉണ്ടായത് അത് വെച്ച് പുതിയ ടൂളുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണിനൊക്കെ ആളുന്നില്ല. എൻ്റെ സ്പിയർ തുടക്കം തന്നെ ഇതിൻ്റെ സ്പിയർ കൊള്ളത്തില്ലായിരുന്നല്ലോ. എടാ അതല്ല, ഇതിൻ്റെ ടൂൾസ് മറ്റേ സ്പിയർ വെച്ച് ബാക്കിയെല്ലാം ഇതിനെ സ്റ്റോണിനെ കളഞ്ഞില്ല. എനിക്ക് ഇവിടെ നിന്ന് നേരെ താഴത്തോട്ട് പോയാലും ഒരു സ്റ്റെപ്പ് പോലത്തെ പാറ്റേൺ ഉണ്ട്. രാത്രി അതൊരടിയിലൊക്കെ ഓക്കെ. നമുക്ക് സൈഡിലോട്ട് പോവാം. ഇവിടെ തിരിച്ച് കയറാൻ പറ്റണം. നാൽപ്പത്തെട്ട് കഴിഞ്ഞ ഒന്നും പോരാ. കോപ്പർ എടുക്കണം. വേണ്ട, ലൈറ്റ് ഓക്കെ. വീഡിയോ കുറച്ച് കൂടുതലായിരിക്കും. കോപ്പർ ടോർച്ച് എങ്ങനെയായിരിക്കും എന്തായാലും ഉണ്ടാക്കുന്ന. ഞാൻ സപ്പോസ് ഇനി അടി പോകണമെന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ എന്തായാലും റിലീസ് ചെയ്യും. ഓക്കെ ഗായ്സ്, അത്ര നേരത്തേക്ക്
അത്ര നേരത്തേക്ക് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.